എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വെള്ളപ്പയർ കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരി അടിപൊളി ടേസ്റ്റാണ്. ചൂട് കഞ്ഞിയുടെയൊക്കെ കൂടെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ വെള്ളപ്പയർ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയ. അതേപോലെ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയുള്ള രുചികരമായ ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് വെള്ളപ്പയർ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, ഒരു 2 മണിക്കൂറോളം. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം. ഞാനിപ്പോൾ 2 മണിക്കൂർ ഇട്ടതാണ് കേട്ടോ, നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ വേവാൻ നല്ല പാടാണിത്. 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിലടിച്ചത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുതിർന്നതാണെങ്കിലും വേവിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പയറുവർഗ്ഗങ്ങൾ വെള്ളപ്പയറിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പയർ കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ വേവണം. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. എന്താ പറയുക, ഈ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കുറച്ച് ഊറ്റി വെച്ചാലും മതി. എങ്ങനെയായാലും വെള്ളം അധികം വേണ്ട. അതിന് ശേഷം ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കണം. വളരെ സിമ്പിൾ റെസിപ്പിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ടേസ്റ്റുമാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് കേട്ടോ നമ്മുടെ ഈ വൻപയർ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫ്രണ്ട്സ്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വരണം കേട്ടോ. ഉണക്കമുളകിൻ്റെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വരണം. അപ്പോൾ ഉള്ളിയൊക്കെ എത്ര മൂത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കണം. ഞാൻ ആ പയറിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൽ വെച്ചിട്ട് ഊറ്റിക്കളയുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ വിറ്റാമിൻസ് ഒന്നും നമ്മൾ കളയരുതല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് ഗ്യാസൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും പയറിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പയറും കൂട്ടി അതിലേക്ക് കൊട്ടി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണമെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. എണ്ണയുടെ അളവ് കുറയ്ക്കണം എന്നുള്ളവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ഒന്നും കൂടി മൊരിച്ചെടുക്കുക. കാരണം കുട്ടികൾക്കൊക്കെ എണ്ണ കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ പ്രായമായവർക്കൊക്കെ കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് എണ്ണയുടെയൊക്കെ അളവ് കുറച്ചെടുക്കുക. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.